ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടിയാണ് എന്താപ്പാ, മഞ്ഞൾ പറിക്കാൻ പോവുകയാണ് ഞങ്ങൾ. അതിനുവേണ്ടി അപ്പൻ ഇതേ ഇവിടെ നനയ്ക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് നനച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മഞ്ഞൾ പറിക്കാൻ തുടങ്ങും. ഓക്കെ, സെറ്റ്. അപ്പം വെള്ളം നനയ്ക്കുന്ന സമയത്ത് ഞാൻ പോയിട്ട് അരിയൊക്കെ ഇട്ടു. പിന്നെ നമ്മളിവിടെ കൂർക്ക കേട്ടോ കറിയെ. അപ്പോൾ കൂർക്കയൊക്കെ കറി വെക്കാനുള്ള സെറ്റപ്പൊക്കെ ആക്കി വന്നപ്പോഴത്തേനെ ദേ അപ്പം നോക്കിക്കേ, അപ്പച്ചന് അപ്പത്തേക്ക് മഞ്ഞളൊക്കെ പറിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പാ? ഇത് ഞങ്ങൾ 2 കൊല്ലം മുമ്പ് നട്ട മഞ്ഞളാണ്. അത് കഴിഞ്ഞ കൊല്ലം കുറച്ച് പറിച്ചുള്ളൂ, ബാക്കി അങ്ങനെ കിടന്ന് മുളച്ചതാണ്. അത് രണ്ടാമത് പറിച്ച് വിത്തുണ്ടാക്കണം. ഇനി ഇത് കണ്ട അപ്പത്തേക്ക് മഞ്ഞളൊക്കെ പറിച്ച് കൊറേയൊക്കെ പറിച്ചു കേട്ടോ. നടാനുള്ള വിത്ത്, ഇതാ നടാനുള്ള വിത്താണ്. ഇതേ വേരൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ നടാനാ? ഇവിടെ തന്നെ. ഇത് ശരിക്കും നമ്മൾ നട്ടതല്ലല്ലോ. അതെ, ഇത് ആദ്യം നട്ടത് 2 കൊല്ലം മുമ്പ് നട്ടത്. ഭയങ്കര കേട്ടോ. അച്ഛൻ്റെ 2 മക്കള് അത്രയും ദിവസം അവിടെ ബക്കറ്റ് കൊണ്ട് നനച്ചിട്ട് ഇവരാരും എനിക്ക് ഓസിടുന്ന കാര്യം പറഞ്ഞു തന്നില്ല. എന്താന്നറിയോ, ഞാൻ നടന്നു കൃഷ്ണന്മാര് തന്നെ അവര് നനയ്ക്കാൻ ഓസെടുത്ത് നനയ്ക്കും, നമ്മള് നനയ്ക്കാൻ ഓസെടുത്ത് തരില്ല. അതാണ് ഞാൻ എന്നിട്ട് ഞാൻ അവിടുന്ന് വെള്ളം എടുത്തോണ്ട് വന്ന് ബക്കറ്റിൽ ഇങ്ങനെ വന്ന് നനയ്ക്കും. ഈ റംബൂട്ടാനാണെങ്കിൽ കുഞ്ചത്ത് കൊണ്ട് നട്ടുവെച്ചില്ല. ആന്നേ, ഭയങ്കര സാധനങ്ങൾ തന്നെ. ഞാൻ കുറച്ചും കൂടെ മെലിഞ്ഞിട്ടാണ് ഇങ്ങനെ ആത്മാവായിട്ട് ഇങ്ങനെ ആത്മാവ്. അതായത് ഇതുണ്ടല്ലോ നമ്മള് ഇതിങ്ങനെ പൊട്ടിച്ചിടണം. എനിക്കത്ര അറിയില്ല, പക്ഷെ അപ്പനറിയാം. ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് അതിന്നലെ ചേച്ചി പറയുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വരുന്ന സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന ഈ സാധനമാണ് ഇത് നമ്മൾ ഇങ്ങനെ കളയണം. എന്നെ കാണണ്ടാണാവോ, ഇങ്ങനെ കളഞ്ഞിട്ട് ഇതാണ് നടുന്നത്. അതിന്റെ വേരൊക്കെ പൊട്ടിക്കുന്നു തോന്നുന്നു. ആ വേരൊക്കെ കട്ടുകൊണ്ട് ഇതാക്കിയിട്ട് നമ്മള് എന്തോ ഒന്ന് ചെയ്യും. വാട്ടല്ല, എന്തോ ചെയ്യും. ചാരടി അങ്ങനെ അങ്ങനത്തെ പരിപാടി ഉണ്ട്. അത് പറിച്ചു വെച്ചോ, പറിച്ചിട്ടോ. കണ്ട, ഇതാണ് കഴിഞ്ഞ വരത്തെ ചീഞ്ഞു പോയത്. കണ്ടോ, വിത്ത് കിടന്ന് മുളച്ചു. ഞാൻ ഒരെണ്ണം കാണിച്ചു കൊടുക്കാം എങ്ങനെയാണ്. ഇതിങ്ങനെയാട്ടോ, ഇതിങ്ങനെ ഉണ്ടാവും. ഇതിങ്ങനെ അടത്തി എടുക്കുക. ഇങ്ങനെ അടത്തി ഇങ്ങനെ എടുക്കാം. ടെസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ വിത്ത്. അറിയത്തില്ലാത്തവർക്ക് കേട്ടോ, എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഇതിങ്ങനെ വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ചെടുത്തിട്ട് കേട്ടോ ഇതിന്റെ വിത്ത്. ഇതാണ് നമ്മൾ നടേണ്ടത്. ഓക്കെ, അതാണ് മഞ്ഞള്. പറിച്ചിട്ടുള്ളൂ, ഇനിയുണ്ട്. കുറച്ചേ പറിച്ചിട്ടുള്ളൂ. നമുക്ക് ലാഭമായി. നമ്മൾ കഷ്ടപ്പെട്ട് നട്ട് നനച്ചുണ്ടാക്കിയതൊന്നും അല്ല. ഇത് നമ്മുടെ തോട്ടം തന്നെ ആട്ടാ, തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് നമ്മള് തന്നെ, അതായത് എല്ലാ കൊല്ലം നട്ട് ഒരു കൊല്ലം നമ്മൾ നട്ടായിരുന്നു. ഒരു കൊല്ലം നമ്മൾ നട്ടു, കിടന്ന് കുറച്ചവിടെ കിടക്കും. അങ്ങനെ കുറച്ച് പറിക്കും, കുറച്ചവിടെ കിടക്കും, അതിന്ന് പൊട്ടി മുളയ്ക്കും. ഈ പ്രാവശ്യം മൊത്തം ഇളക്കി മറച്ച് നല്ല വിത്ത് മാത്രം നല്ല മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടാണ് അത്. ഓക്കെ, അപ്പൊ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അടുത്ത കൊല്ലം സെറ്റ് ആയിട്ട് നമ്മൾ മഞ്ഞള് കൃഷി കാണിക്കാൻ പറ്റുമോ? എങ്ങനെ അറിയാത്തവർക്ക് കാണിച്ചു തരാം. ഓക്കെ, അറിയത്തില്ലാത്തവർക്ക് നമുക്ക് കാണിച്ചു. നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ സക്സസ് ആവുമ്പോൾ നമുക്ക് ഇവിടെ വലിയ മതിലൊക്കെ കെട്ടാം. മതിൽ കെട്ടി നമുക്ക് വാഴയും പിന്നെ പൈനാപ്പിളും എല്ലാം കൃഷി ചെയ്യാം. ഇതാണ് ഇഞ്ചി മഞ്ഞൾ. ഈ ഇഞ്ചി മഞ്ഞൾ എങ്ങനെയാ തിരിച്ചറിയാൻ പറ്റുക? അത് ഇത് വെളുത്ത കളറായിരിക്കും, പിന്നെ ഇതിന് മഞ്ഞളിന്റെ മണം ഉണ്ടാവില്ല. അങ്ങനെ ഇത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല. ഇത് കാടുകളിലെ കൂടുതലുണ്ട്. ഞാൻ മറ്റേ ഇഞ്ചി മാങ്ങ കേട്ടിട്ടുണ്ട്. ഇഞ്ചി അതാണ് ഇതിൽ പെട്ടത്. ഇഞ്ചി മാങ്ങയല്ല, ഇഞ്ചി മാങ്ങയ്ക്ക് ചെറിയൊരു എരിവ് പോലെ. ഇതൊന്ന് പൊട്ടിച്ചു നോക്കെ. അതെങ്ങനെയാ? ഓ, ഇങ്ങനെ ഉണ്ടാവും അല്ലെ, വെള്ള കളർ ആയിട്ടുണ്ട്. ഇതിന് മണം എന്താ?
മണമൊന്നുമില്ല ഇതിന്. മണമില്ല. മണമില്ല. പക്ഷെ ഇഞ്ചി മാങ്ങിക്കും മണമുണ്ട്. ഇഞ്ചി ഇത് തിന്നാൻ പറ്റുമോ? ഇല്ല, ഒരു കയ്പ്പാണിത്. ആണോ? ഒരു ഇതുപോലെ ഇത് ഉപയോഗിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഇവിടെ അധ്വാനിക്കുന്നത് കണ്ട് ചേട്ടായി എന്താണത് പച്ച കളറ്? മിന്റ് ലൈം. ഓക്കെ, മിന്റ് ലൈം ഒഴിച്ചു കൊടുക്കുന്ന മകൻ കഴിഞ്ഞു, സെറ്റായി കഴിഞ്ഞു. നമുക്കിതെല്ലാം കൂടെ എടുത്തോണ്ട് പോയിട്ട് ഇനി കുറെ പ്രൊസീജിയർ ഉണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. എന്തൊക്കെയാണോ? പുഴുകണം, പുഴുങ്ങിയിട്ട് കീറി ഉണക്കണം, അതാണ്. എന്നിട്ട് പൊടിക്കണം, അതാണ് മഞ്ഞപ്പൊടി ആവുക. മഞ്ഞപ്പൊടി അല്ല കേട്ടാ, മഞ്ഞൾപ്പൊടി ആവുക. നമുക്ക് കടയിൽ കിട്ടുന്ന മഞ്ഞപ്പൊടി അല്ലേ, നമുക്ക് ശരിക്കും ഒറിജിനൽ മഞ്ഞൾപ്പൊടി ആവണമെങ്കിൽ ഇത്രയും പ്രൊസീജിയർ ഉണ്ട്. ഇതാണ്. അപ്പൊ ഓക്കെ, സെറ്റ്. അതെ, മഞ്ഞൾ പറിച്ച് കഴിയാറായി, ഇത്രേ ഉള്ളൂ. ഇതാണ് പറയാൻ ഉദ്ദേശിച്ചത്. 60% ആയി. ഇനി ഇതേ ഇത് കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് ഒറ്റയ്ക്ക് അപ്പനെ കൊണ്ടും എന്നെ കൊണ്ടും സാധ്യമല്ലാത്തത് കൊണ്ട് ചേട്ടായിയും കൂടെ ഒന്ന് സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവരിതേ പോണു ഇങ്ങനെ മഞ്ഞളും കൊണ്ട്. ഇതേ അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്, ഇങ്ങനെയല്ല കേട്ടോ, ഇങ്ങനെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.